Hey guys, welcome back to our channel. ഇപ്പം കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അറൗണ്ട് 2 years ആയെന്ന് തോന്നുന്നു. സ്റ്റഡീസിനായിട്ട് ഞാൻ കാനഡയ്ക്ക് മൂവ് ചെയ്തു. സ്റ്റഡീസൊക്കെ കഴിഞ്ഞപ്പോൾ ഓപ്പണിലാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ പഴയ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു ട്രിപ്പ് പോയാലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു 2 day ട്രിപ്പ് മസ്കോക്കിക്കാണ്. അപ്പം നേരെ വീഡിയോയിൽ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മസ്കോക്കയിലെ ഗ്രാവൻഗേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ തന്നെ അത്യാവശ്യം സീനറിയും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മസ്കോക്ക റാഫ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നിവിടെ ബോട്ട് ഷോയും അതിൻ്റെ പാരലായിട്ട് തന്നെ മാർക്കറ്റും റൺ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബോട്ട് ഷോയുടെ എൻട്രി ഫീ എന്ന് പറയുന്നത് $10 ആണ്. അപ്പം ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഇവിടുത്തെ കാനഡിയൻസിനോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 100 years പഴക്കമുള്ള ബോട്ടൊക്കെ ഇന്ന് അവിടെ ഷോയ്ക്കകത്തുണ്ട്. അതിൻ്റെ പാരലായിട്ട് തന്നെ ഓപ്ഷനും നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആർക്കും വലിയ ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരും കയറിയില്ല. ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ബി ആകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം എല്ലാം കണ്ടുകൊണ്ട് സീ ട്രെയിലോ. Hello guys, welcome back to the channel. Hi guys. Hi guys, I'm Banu. കുട്ടിയുടെ പേര് പേര് പറ. Hi guys. ഭയങ്കര നീ കണ്ടൊന്നുമില്ല. കാണാൻ പറ്റും. പേര് പറ. ബാക്കി എല്ലാരും പേര് പറഞ്ഞു. നിന്റെ പേര് പറ. പേര് introduce yourself. My name is Banu. അത് ഒരു വട്ടം പറഞ്ഞായിരുന്നു. ഓക്കെ ബൈ. പോവാം ഗൈസ്, നമ്മൾ ഇതാണ്ട് ഹാഡി ലേക്ക് ട്രെയിൽസിലേക്ക് നടന്നു പോകുന്നു. ജോബിയും സംഘവും ബി ട്രെയിലിലേക്കാണ് നമ്മൾ പോകുന്നത്. മുസ്കോക്ക ഗ്രേവൻഹർസ്റ്റിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ അപ്പുറമുള്ള 18 കിലോമീറ്റർ അപ്പുറമുള്ള ഈ ഒരു വനാന്തരങ്ങൾ നിറഞ്ഞ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോസ്. പുതിയ യാത്രാ വിവരണങ്ങൾ കാണണമെങ്കിൽ ജോബിയുടെ ചാനൽ ഫോളോ ചെയ്യുക. അഭിപ്രായം പറയൂ. ഈ ഒരു പുതിയ സംരംഭത്തിനെ പറ്റി താങ്കൾക്ക് എന്താണ്? സംരംഭം അല്ലല്ലോ പൊട്ടാ, പിന്നെന്താണ് ഇത് നമ്മൾ ഹൈക്കിങ്ങിന് പൊട്ടാ ഇതിനകത്ത് പറയാനല്ലേ പറഞ്ഞേ. ചാനലിലേക്ക് ജോബിയുടെ ഒരു കഴിവ്, ജോബിക്ക് ശരിക്കും ഒരു കഴിവുണ്ട്. ആ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതെ. കാനഡയിൽ വന്ന് 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ജോബി തുടങ്ങിയ ചാനലാണ്. ബാക്കി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് പറയണോ? This is an excellent platform which Joby can express his creative thinking. സെൽഫി പാസ് ചെയ്യാൻ വേണ്ടി എന്തോ artificial and architectural plans. നടന്നിട്ടൊന്നുമില്ല, വടം കെട്ടി വലിക്കേണ്ടത്. അടുത്തെന്താ പറയാനുള്ള അഭിപ്രായങ്ങൾ പറയൂ ജോബിയുടെ ചാനലിനെ പറ്റി. നല്ലത് മാത്രമേ പറയാനുള്ളൂ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. ഇവിടെ പുലി ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതെ, ഇവൻ പൂച്ചേനെ വരെ പുലിയാക്കുന്ന ടീം.
ഓ യോ കൗണ്ടറാണോ തിരിക്കണോ? അടുത്തെന്താ പറയട്ടെ. 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. 3 കിലോമീറ്റർ ഉണ്ട് എന്ന് വെച്ചാൽ 3000 മീറ്റർ. 3 കിലോമീറ്റർ 3000 മീറ്റർ. 100 മീറ്റർ വെച്ച് 10 പ്രാവശ്യം ഓടിയാൽ 1000 കിലോമീറ്റർ. തന്റെ കാണാനല്ല മസ്കോ കാണാനാണ്. ഇതാണ് മുസ്കോ. കൈ കുറ്റിക്കാട് കാണിച്ചിട്ട് മുസ്കോ. ഗൈസ്, ഈ നട്ടുച്ച വെയിലത്ത് 31 ഡിഗ്രിയിൽ ഞങ്ങൾ ഹൈക്ക് ചെയ്യുവാണ്. ഇതിനെപ്പറ്റി പറഞ്ഞു തരുവാണെങ്കിൽ ഇതൊരു നല്ലൊരു ഇതാണ്. നമ്മുടെ ബിഗ് ബാങ് തിയറി വെച്ച് തുടങ്ങേണ്ടത്. ആണോ? കാരണം അവിടുന്ന് പൊട്ടി ഉത്ഭവിച്ചാണ് ഭൂമി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് മുളച്ചാണ് ഈ കാടുകൾ ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത് അവിടുന്ന് ഉണ്ടാക്കണം. ഓ, ആദ്യമ മനുഷ്യൻ ഹോമോസാപ്പിയൻസ് മുതൽ നമ്മുടെ ഈ മനുഷ്യൻ ഹോമോസാപ്പിയൻസ് വരെ. ഗൈസ്, നിങ്ങൾ വിചാരിക്കും കഞ്ചാവാന്ന്, പക്ഷെ അതല്ല. 3 മണിയായി. നമ്മൾ ശരിക്കും എവിടേക്കാണ് പോകുന്നത്? എവിടെ? ഇത്രയും പൊക്കം വരുമോ? ശരിക്കും പറഞ്ഞാൽ മാങ്ങയൊക്കെ പറിക്കുമോ? അതുകൊണ്ട് 2 പട്ടിയായിട്ടൊക്കെ എന്തായാലും അടിപൊളി സ്ഥലമാണ്. കൂടെ ഉള്ളവരെല്ലാം പോയി ഗൈസ്. ആകെ ഞാനും ശ്രീതേട്ടനും മാത്രമേ. ഓക്കെ, നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നേരെ പോകാൻ പോകുന്നത് എയർബിഎൻബിയിലേക്കാണ്. നമ്മൾ എയർബിഎൻബി ഇന്ന് രാത്രി ബുക്ക് ചെയ്തേക്കുന്ന കവാത്ത ലേക്സിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് അറൗണ്ട് 2.5 hours ഉണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അടുത്ത ടിസ്റ്റ് മനസ്സിലായത്. ഞങ്ങൾ എൻ്റെ ഹൗസാണ് ബുക്ക് ചെയ്തിരുന്നത്, പക്ഷേ ഞങ്ങൾ അപ്പർ ഫ്ലോറും താഴെ 2 കനേഡിയൻസും ഉണ്ട്. അപ്പം വീടൊന്നും അത്ര അങ്ങോട്ട് പോരാ. അതുകൊണ്ട് ഞങ്ങൾ നേരെ എയർബിഎൻബിനെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു ഹോസ്റ്റ് റിപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തേക്കാൻ. അപ്പം ക്യാൻസൽ ചെയ്തോ റീഫണ്ട് തരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ഉടനെ അടുത്ത വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ആൻഡ് ഫൈനലി അറൗണ്ട് 8 o'clock ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്തൊരു വീട് കണ്ടുപിടിച്ചു. അത് 1.5 hours ഇവിടെ നിന്നും ദൂരെയാണ്. നമ്മളിനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും 9:30 ആയിരുന്നു. അപ്പം സ്കൈ ഈ ഒരു രീതിയിലായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ജസ്റ്റ് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തു, ചെറിയ ക്യാമ്പ് ഫയറൊക്കെ നടത്തി, ജസ്റ്റ് ഫ്രഷായി ആക്കാൻ തന്നെ തുടങ്ങി. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക, എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പോകാൻ പോകുന്നത് ബാങ്ക്രോഫ്റ്റ് ഈഗിൾ നെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ബാങ്ക്രോഫ്റ്റ് ഈഗിൾസ് നെസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഒട്ടും ജാടയില്ലാത്തൊരു മോട്ടോ വ്ളോഗറാണ്. ലാസ്റ്റ് വോയേജ്
എൻ്റെ വിഷ്വൽസിലേക്ക് പോവാം. അങ്ങനെ ഈഗിൾസ് നെസ്റ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2-3 കയാക്കിംഗ് സ്പോട്ടിൽ പോയി. പക്ഷേ അവിടെല്ലാം കയാക്ക് ചെയ്യുന്നതിന് അത്യാവശ്യം ഡെപ്പോസിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് നേരെ നമ്മൾ പോയത് ക്വാറി ബേ ബീച്ചിലാണ്. അവിടെ അത്യാവശ്യം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇനി ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് വരുന്നതാണ്. അതുവരെയും ബൈ ബൈ.